1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ പറയുന്ന കാര്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും പിന്നെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ചുരുക്കി പറയാം, വേഗം പറയാം. യേശു വരുമ്പോൾ യേശുവിൻ്റെ കൂടെ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന കുറേ ആളുകളുണ്ട്. എങ്ങനെ ഒരുങ്ങി? ഈ പറഞ്ഞ പോലെ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, മാത്രം പോരാ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, ഈ വചനം അനുസരിച്ച് ജീവിക്കുന്നു, വിശുദ്ധമായി ജീവിക്കുന്നു. അങ്ങനെ ആ വരം ആകാംക്ഷ കയറി ലോകത്തിലെ മോഹം അല്ലവർക്ക്. യേശു വരണം, യേശുവിൻ്റെ കൂടെ പോകണം. ലോകത്തിൽ ജീവിക്കുന്നു, ശരിയാണ്, ജോലി ചെയ്യുന്നു, സമ്പത്തുണ്ടാക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ആശ്രയം അതിലല്ല, മനസ്സതിലല്ല. അവരുടെ മോഹം ലോകത്തിലെ കാര്യങ്ങളിലല്ല, അവരുടെ മോഹം സ്വർഗീയ കാര്യങ്ങളിലാണ്. അങ്ങനെ നോക്കിപ്പാർക്കുന്ന ഒരു കൂട്ടം ആളുകൾ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ പൗരത്വം എടുത്തു ഇവിടെ വെച്ച് തന്നെ. അങ്ങനെ സൗകര്യമുണ്ട്, അവിടുത്തെ പൗരത്വം എടുക്കാം. ആ പൗരത്വം എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എപ്പോഴാണ് പോക്കെന്നറിയാൻ. വണ്ടി വന്നെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ആ വണ്ടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വണ്ടി വരുന്നത്, വണ്ടിയും കൊണ്ട് വരുന്ന യേശുവാണ്. ആ വരുമ്പോ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ അവിടെ എടുക്കപ്പെടും. അതിനു മുമ്പ് മണ്ണി കൊണ്ടുവച്ച ശരീരം ജീവനോട് എഴുന്നേറ്റ് വരും. ദ്രവിച്ചു പോയ ശരീരം ഇല്ലേ, അത് വീണ്ടും ജീവിച്ചു വരും. ആ ശരീരത്തിന് വലിയ വലിയ സ്വഭാവങ്ങളുണ്ട്. 1 Corinthians 15 വിശദീകരിച്ചിട്ട് കൂടുതൽ അന്ന് എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർ വീട്ടിൽ പോയി വിശദമായി വായിച്ചു നോക്കണം. മനസ്സെടുത്ത് സമയമെടുത്ത് വായിച്ചു നോക്കണം. 1 Corinthians 15 ആ ശരീരത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ശരീരത്തോടെ എഴുന്നേറ്റ് വരും. അല്ല, ജീവനോടിരിക്കുന്ന മനുഷ്യരും ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങനെ അങ്ങ് മാറും. ഇതങ്ങ് മാറും, ഈ മണ്ണങ്ങ് മാറും. ഈ മണ്ണ് മേപ്പോട്ട് കൊണ്ടുപോകാൻ കൊള്ളില്ല. ഈ മണ്ണ് ഭൂമിയിൽ താമസിക്കാനേ ഉള്ളൂ. പക്ഷെ എൻ്റെ വീട്, നിങ്ങളുടെ വീട് ഭൂമിയല്ല, അത് യേശുവിൻ്റെ രാജ്യമായ സ്വർഗമാണ്. അവിടെ കൊണ്ടുപോകാൻ ഈ ശരീരം കൊള്ളില്ല. ഇത് കളഞ്ഞിട്ട് വേറെ ഒരു ശരീരത്തോട്, മഹത്വത്തിൻ്റെ ഒരു ശരീരത്തോട് ആ വീട്ടിൽ കൊണ്ടുപോകും. സ്തോത്രം. അതാണ് ഒന്നാമത്തെ സംഭവം. ആ ശരീരം തരുന്ന ശരീരം മാത്രമല്ല, വീട്ടിലും കൊണ്ടുപോകും. വീട്ടിലും കൊണ്ടുപോകുന്നു മാത്രമല്ല, അവിടെ ചുമ്മാതെ കൊണ്ടുപോയി പാട്ടും പാടി അവിടെ താമസിപ്പിക്കുകയല്ല, അവിടെ സ്ഥാനവും മാനവും ഒക്കെ കൊടുത്ത് അവരെ മാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ചില്ലേ, ജീവിച്ച കാലത്ത് കുറേ പ്രവൃത്തി ചെയ്തില്ലേ, അതെല്ലാം കണക്ക് നോക്കി അതിനുള്ള പ്രതിഫലം കൂടെ കൊടുക്കും. അതൊന്നും കുറേ പേർക്ക് അറിയില്ല. ആളുകൾ ധരിക്കുന്ന ഒരു ദിവസം സ്വർഗത്തിൽ വരും, സ്വർഗം വരും, ഞാനും കൂടെ സ്വർഗത്തിൽ കയറിപ്പോകും എന്ന് മാത്രമാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനൊന്നും അല്ലെന്നേ. അവിടെ എല്ലാവരും ഒരുപോലെ അല്ല, എല്ലാവരും ഒരേ റാങ്കുകാരല്ല. അവിടെ ആളുകളുടെ തേജസ്സിന് വ്യത്യാസമുണ്ട്, നിലയ്ക്ക് വ്യത്യാസമുണ്ട്, അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്. ചിലർ അവിടെ സിംഹാസനങ്ങളിലിരിക്കും, രാജാക്കന്മാരെ പോലെ. കുറേ പേര് കിരീടം ധരിച്ചിരിക്കും. പലരുടെയും കിരീടങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അവരവരുടെ റാങ്കിനനുസരിച്ചുള്ള വ്യത്യാസം കിരീടത്തിലുണ്ടാവും. ഈവൻ വെളിപ്പാട് പുസ്തകം 19-8 പറഞ്ഞ ഉടുപ്പിന് പോലും വ്യത്യാസം ഉണ്ടാവും. അവിടെ അശ്രാത്തിൽ ഉടുപ്പിൻ്റെ ആവശ്യമില്ല, എങ്കിലും സ്പെഷ്യലായിട്ട് ചില ഉടുപ്പ് കൊടുക്കും കുറേ പേർക്ക്. അത് അവരുടെ റാങ്ക് കാണിക്കാനുള്ള ഉടുപ്പാണ്. എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ്റെ റാങ്ക് അറിയുന്നത് ഈ ചുമലി വെച്ചിരിക്കുന്ന സ്റ്റാർ നോക്കിയല്ലേ. അങ്ങനല്ലേ പട്ടാളക്കാരൻ്റെ റാങ്ക് അറിയുന്നത് അവിടെ ഉടുപ്പെ കാണുന്ന അടയാളം വെച്ചല്ലേ. അങ്ങനെ സ്വർഗത്തിൽ റാങ്ക് വ്യത്യാസമുണ്ട്. ഭൂമി ജീവിച്ചപ്പോൾ അവനവൻ്റെ ആവശ്യത്തിന് പൈസ ഉപയോഗിച്ച ആളുകളുണ്ട്. അവർക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു റാങ്കും ഇല്ല. എന്നാൽ ഈ കിട്ടിയ പൈസ പാവപ്പെട്ടവർക്ക് കൂടെ കൊടുത്തവരുണ്ട്, അവർക്കവിടെ റാങ്ക് ഉണ്ടാവും. സുവിശേഷത്തിന് കൊടുത്തവരുണ്ട്, അവർക്കവിടെ റാങ്ക് ഉണ്ടാവും. എല്ലാവരും സമൃദ്ധിയിൽ നിന്നല്ല കൊടുത്തത്. സമൃദ്ധി ഉള്ള ചിലർ കൊടുത്തു, അവർക്ക് അതിൻ്റെ പ്രതിഫലം ഉണ്ടാവും. സമൃദ്ധി ഇല്ലാത്ത ചിലർ കൊടുത്തു. യേശു പറഞ്ഞ ഒരു കഥ കേട്ടിട്ടില്ലേ? ഒരു വിധവ
ഒരു ദിവസം അവൾ കൂലിപ്പണി ചെയ്ത് കൊണ്ടുവന്ന പൈസ അത്രയേ ഉള്ളൂ കൊടുക്കാൻ. അവൾക്ക് സമ്പാദ്യമില്ല. ആ പൈസ ഇട്ടു. യേശു പറഞ്ഞത് ഇന്നിട്ട പണത്തിൽ ഏറ്റവും വലിയ പണം അവിടെ പണമാണെന്ന്. വലിയ പണക്കാരൻ ഇട്ടതിനേക്കാൾ ആ ദരിദ്രയായ വിധവയുടെ പണത്തിന് മാനം കൊടുത്ത കർത്താവ് വരുന്നുവായ ദിവസം ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുത്ത് റാങ്ക് കൊടുക്കാൻ, സ്ഥാനം കൊടുക്കാൻ, ബഹുമാനിക്കാൻ വരുന്നു ആ ദിവസം. അന്നാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാടെന്ന് പറയുന്ന ദിവസം. മനുഷ്യരുടെ വലിപ്പം അന്നാ അറിയുന്നത്. ഇവിടെ വെച്ച് ആളുകൾ കൊടുക്കുന്ന മാനമല്ല അവിടുത്തെ മാനം. ഇവിടെ നമ്മുടെ കണ്ണിന് കാണുന്നതനുസരിച്ച് നമ്മൾ മാനം കൊടുക്കുന്നു. ആ മാനം അവിടെ കിട്ടണമെന്നില്ല. ഇവിടെ മാനിക്കപ്പെടാത്ത പലരുണ്ട്. കാരണം മനുഷ്യരുടെ മുമ്പാകെ മാനിക്കത്തക്ക പലതും ഇല്ലായിരിക്കാം. എന്നാൽ ആ സ്വർഗത്തിലെ കണ്ണ് സകലവും കാണുന്നവൻ അവിടുത്തെ കണ്ണിന് തക്കവണ്ണം, സർവജ്ഞാനത്തിന് തക്കവണ്ണം ജനത്തെ മാനിച്ചു. ആ മാനം സ്വല്പനേരത്തേക്കല്ല, അത് നിത്യകാലം. അങ്ങനെ അധികാരത്തിൽ വാഴുന്നൊരു സംഘം ഉണ്ടാവും. ഇതിനാണ് വിളി. മാനസാന്തരപ്പെടാനുള്ള വിളി ഇതിനു വേണ്ടിയാണ്. സ്നാനപ്പെടാനുള്ള വിളി ഇതാണ്. ഇതിനു വേണ്ടി വിളിച്ചിങ്ങോട്ട് ഇറങ്ങിച്ചെന്നാൽ നാട്ടുകാരൻ കളിയാക്കിയെന്ന് വരും, വീട്ടുകാർ കളിയാക്കിയെന്ന് വരും, കൂട്ടുകാർ കളിയാക്കിയെന്ന് വരും, സഭക്കാർ കളിയാക്കിയെന്ന് വരും. എന്നാലും അവർക്ക് ഈ രാജ്യം അറിയില്ല, ഈ രാജ്യത്തിന്റെ സംവിധാനം അറിയില്ല. അതുകൊണ്ടാണ് ആ കണക്കാക്ക് അത് അവരുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. എല്ലാ കണ്ണും കാങ്കെ ദൈവത്തിന്റെ ജനത്തെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടെ പോയി റാങ്ക് വാങ്ങിക്കാൻ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടോ? അതോ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു എന്നും പറഞ്ഞ് ഇരിക്കുന്നേ ഉള്ളോ? പോരാന്നേ വല്ലതൊക്കെ ചെയ്യണം. പൈസയില്ലേ ഉള്ളത് ദൈവരാജ്യത്തിന് കൊണ്ട് ചെലവഴിക്കണം. പാവപ്പെട്ടവരുടെ കൂടെ കൊടുക്കണം. വലിയ വീട് വെക്കുന്നില്ലേ? വീട് വെക്കുന്ന സമയത്ത് പാവപ്പെട്ടവരുടെ കൊച്ചു വീടോട് വെച്ച് കൊടുക്കണം. വലിയ പണം മുടക്കി മക്കളെ കെട്ടിക്കുന്നില്ലേ? മക്കള് കണ്ടമാനം കാശ് വാങ്ങി കെട്ടുന്നില്ലേ? പാവപ്പെട്ട പെമ്പിളാരെ കെട്ടിക്കാതെ എത്ര എണ്ണം കേരളത്തിൽ നിൽപ്പുണ്ട്. അവർക്കൂടെ സഹായം ചെയ്യണം. ഉപജീവനത്തിന് വഴിയില്ലാതെ ജീവിക്കുന്നവരില്ലേ? അവരെ കണ്ടിട്ട് കണ്ണുമടച്ചു പോകാതെ ഉള്ളതിൻ്റെ ഒരു അംശം, ഈവൻ ദരിദ്രന്റെ ആവട്ടെ, ഒരംശം അവർക്കൂടെ കൊടുത്താൽ അതിന് സ്വർഗരാജ്യത്തിൽ പ്രതിഫലമുണ്ട്. രാത്രി ഇത് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ആ രാജ്യം നോക്കി ജീവിക്കണം, ഭാവി നോക്കി ജീവിക്കണം. ഇവിടുത്തെ കാര്യം നോക്കി ജീവിക്കരുത്. ഇവിടുത്തെ കാര്യം നോക്കി ജീവിക്കാൻ നിങ്ങൾ നിരാശപ്പെടും. ആ രാജ്യം വരുന്നു. ആ രാജ്യം വിശ്വാസത്താൽ കാണണം. ആ രാജ്യം ഈ വചനം വായിച്ച് കാണണം. ഇതിന്റെ പ്രസംഗം കേട്ട് ആ രാജ്യം കാണണം. അവിടുത്തെ സംവിധാനം അനുസരിച്ച് ഇന്ന് ജീവിച്ചാൽ ആ ജീവിക്കുന്നവരാണ് വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. കേവലം ഇവിടെയല്ല, ഞാൻ ഇന്ത്യൻ പൗരനാണെന്ന് സത്യം. ഞാൻ ഈ രാജ്യത്ത് ജനിച്ചവൻ, ഇന്ത്യൻ പൗരത്വം നിലനിർത്തുന്നവൻ. പക്ഷേ എനിക്ക് വേറൊരു പൗരത്വമുണ്ട്. ആ പൗരത്വം എൻ്റെ 12ാമത്തെ വയസ്സിൽ സ്വീകരിച്ച ഒരു പൗരത്വമാണ്. ആ പൗരത്വത്തെക്കുറിച്ച് എനിക്ക് അന്നുള്ളതിനേക്കാൾ കൂടുതൽ അഭിമാനം. അന്ന് ഞാൻ ബാലനായിരുന്നു, എനിക്ക് ഒത്തിരി അറിയില്ല. ഇന്ന് ഒത്തിരി അറിയാമെന്നല്ല, കൂടുതൽ അറിയുന്നു. അറിയുന്നതിന്റെ വെളിച്ചത്തിൽ ആ രാജ്യത്തിന്റെ പൗരനായി തീർന്നതിൽ അഭിമാനത്തോടെ ജീവിക്കുന്നവനാണ് ഞാൻ. അന്തസ്സായി ജീവിക്കുന്നവനാണ് ഞാൻ. ഞാൻ പെന്തിക്കോസ്തുകാരെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നവനാണ്. കാരണം അത് ഈ പുസ്തകത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വഴിയാണ് അത് എന്നുള്ളത്. നാട്ടുകാര് പുച്ഛിക്കട്ടെ, കളിയാക്കട്ടെ. യോഹന്നാൻ പറയും നമ്മുടെ അപ്പനെ അറിയത്തില്ല, അതുകൊണ്ട് നമ്മളെ അറിയത്തില്ല എന്ന് പറയും. ദൈവത്തിന്റെ വഴി അറിഞ്ഞെങ്കിലല്ലേ നമ്മളെ കൂടെ മാനിക്കാൻ പറ്റുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. ഇന്നിങ്ങനൊക്കെ മാനിക്കാതെ പോകട്ടെ. ഒന്നുകൂടെ വിളിച്ചു പറയുന്നു, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന്റെ ദിവസം വരും. എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ ദൈവം തന്നെ ജനത്തെ മാനിക്കുന്ന ദിവസം വരും. നമ്മുടെ പാർപ്പ് ഇവിടുന്ന് മാറ്റും. ഈ താൽക്കാലിക ഭൂമിയിൽ നിന്ന് മാറ്റും. ഈ കഷ്ടതയുള്ള ലോകത്തിൽ നിന്ന് മാറ്റും. ഈ ആക്ഷേപം തകർച്ചയുള്ള ലോകത്തിൽ നിന്ന് മാറ്റും. പോയി സ്വസ്ഥമായി നിത്യമായി മഹത്വത്തോടെ ജീവിക്കാൻ മനുഷ്യരെ ദൈവം വിളിക്കുന്നു. എല്ലാ മനുഷ്യരെയും വിളിക്കുന്നു.
ചിലര് മാത്രമല്ല, ക്രിസ്ത്യാനിയെ മാത്രം വിളിക്കുന്ന വിളിയല്ലിത്. സകല ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, ജാതിയിലും നിന്നുള്ളവരെ വിളിക്കുന്നു. യേശുവിന്റെ പുണ്യാഹരക്തത്താൽ അങ്ങനെ വലിയൊരു കൂട്ടത്തെ കഴുകി വിശുദ്ധീകരിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകളായി ആ പ്രവൃത്തി നടക്കുന്നു, ഇന്നും നടക്കുന്നു. ഇന്ത്യ രാജ്യത്തും ഇന്നും എല്ലാ ജാതിയിൽ നിന്നും, എല്ലാ കുലത്തിൽ നിന്നും യേശു വിളിച്ച് വിശുദ്ധീകരിച്ച ജനമുണ്ട്. ഏത് ബ്രാഹ്മണ കുലത്തിൽ നിന്ന് തുടങ്ങി ഏത് കുലത്തിൽ നിന്നും യേശു വിളിച്ചു വിശുദ്ധീകരിച്ച ജനം ഇന്ന് ഇന്ത്യ രാജ്യത്തുമുണ്ട്. ഇന്നും ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്നു. സകല ജനവുമേ, നാട്ടുകാരും ഇതിനകത്തിരിക്കുന്നവരുമായുള്ളവരെ, ആ ചോദ്യത്തിന് ഉത്തരം പറയണം. ഇവിടുന്ന് ശരീരത്തിൽ നിന്ന് ആള് പോയാൽ, നമ്മുടെ ആള് പോയാൽ എവിടെ പോകും? നല്ല ഉറപ്പാണ്. അല്ലാതാരും ജീവിക്കരുത്. ഭാവി ഭദ്രമാക്കണം. ഒന്നുകൂടെ പറയുന്നു, ഭാവി ഭദ്രമാക്കണം. ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്ന് നേരത്തെ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞെങ്കിലേ ഇപ്പം ശരിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മതവുമൊക്കെ പറയുന്നത് കേട്ട് കണ്ണുമടച്ച് അതിൻ്റെ പുറകെ പോകാതെ ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ഈ വചനം അറിയുവാനായി എൻ്റെ ഹൃദയദൃഷ്ടി തുറക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കൂ. ദൈവം തുറന്നു തരട്ടെ, ഹൃദയങ്ങൾ തുറന്നു വരട്ടെ.